അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ച് ഈ സവാളയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 4 മുട്ട സവാളയിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചതച്ച മുളകാണ്. ചതച്ച മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതോ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അവരുടെ അളവിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ്. 1 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള എല്ലാം ഒന്ന് നമുക്ക് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ വെച്ചിരിക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി എടുത്ത അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 20 കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ സ്പ്ലിറ്റ് ചെയ്തെടുത്ത കശുവണ്ടി പരിപ്പാണ് 20 എണ്ണം എടുത്തിട്ടുള്ളത്. സ്പ്ലിറ്റ് ചെയ്യാതെ മുഴുവൻ കശുവണ്ടി പരിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണം ഒക്കെ എടുത്താൽ മതിയാകും. 10 എണ്ണം വേണമെന്നില്ല, ഒരു 6 7 ഒക്കെ എടുത്താലും മതിയാവും. കശുവണ്ടി പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല കട്ടിക്ക് ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച വലിയ ജീരകം ചേർക്കാം. അതുപോലെ തന്നെ 2 ഏലക്ക ചേർക്കാം. 2 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വലിയ ജീരകമൊക്കെ മൂത്ത് നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പോൾ വലിയ ജീരകം എല്ലാം മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയം കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി അല്ലികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ വെളുത്തുള്ളി അല്ലികൾ ആണ് എടുത്തിട്ടുള്ളത്. ഒരു 20 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളൂ. വലിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. എന്നിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10-15 സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. 10 ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ഒന്ന് വാടി വരണം. ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കുക. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചെറിയ ഉള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 15 എണ്ണം വരെ എടുക്കുക. ഇപ്പം ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതാ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പിൻ്റെ ഒരു പച്ചച്ചുവ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറ് തന്നെ കഴുകി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം മിക്സിയുടെ ജാറ് കഴുകി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലതുപോലെ ഒന്ന് കുറുകി വരും. ഇനി നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ സവാളയും മുട്ടയും മിക്സ് ചെയ്ത് വെച്ചത് കുറച്ച് സമയം വെച്ചപ്പോൾ സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരു 6-7 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും. ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവാളയും മുട്ടയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഓരോ സ്പൂൺ വീതം ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു വശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശം ഒന്ന് വെന്ത് വരട്ടെ. 2 വശവും വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്നതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഗ്രേവിയെല്ലാം ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിൽ തക്കാളിയിലെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. ആ ഒരു പുളിപ്പും എരിവും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര പൊടിച്ചത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. മുട്ട ഫ്രൈ ചെയ്തെടുത്തത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ മുട്ടക്കറി വെച്ച് കഴിക്കുമ്പോൾ. മുട്ടയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ ഗ്രേവിയിൽ ഒന്ന് ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. അപ്പോൾ അതാ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള മുട്ട വെച്ചിട്ടുള്ള കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. നിങ്ങൾ എന്തായാലും മുട്ട വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്